മെറ്റീരിയൽ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ നേരത്തെയൊക്കെ പല വിഷയങ്ങൾ സംസാരിച്ചു. നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് മിസ്റ്ററി ഓഫ് ടൈം, അതുപോലെ മിസ്റ്ററി, നമ്മളെ വീണ്ടെടുക്കുന്ന മിസ്റ്ററി, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. നമ്മൾ ഏത് രീതിയിലാണത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. ടൈം ഡിലേയുടെ ആത്മാവ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾ ഈ ഫസ്റ്റ് സൺഡേയിലെ മീറ്റിങ്ങിൽ നിങ്ങൾ താല്പര്യത്തോട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാനകത്ത് അതിനകത്ത് ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. ഫസ്റ്റ് സൺഡേ മീറ്റിംഗ് അടുത്ത ദിവസം ഉണ്ടല്ലോ, അടുത്ത സൺഡേയിലാണ്. അവിടെ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ അതിന് നിങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് സ്പെസിഫിക്കായിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതിനേക്ക് ഉത്തരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് അഡ്രസ്സ് ചെയ്യുള്ളൂ. അത് പലരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. ദൈവമാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, അതോ പിശാചാണോ നിങ്ങളുടെ ഇൻ്റലിജൻസിൽ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇത് ചോദിക്കാനുള്ള കാര്യം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് ചോദിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിൽ പറഞ്ഞത് പ്രൊസീഡ് ചെയ്തപ്പോഴേ അത് തെറ്റിലകപ്പെട്ടു പോയി. അതുകൊണ്ട് അത് പിശാചായിരുന്നോ സംസാരിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ദൈവമാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, പിശാചാണോ സംസാരിക്കുക, എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? നമുക്കറിയാം, നമ്മളോട് സംസാരിക്കുന്ന കാര്യം ഒരു ഡയറക്ഷനാണ്. ചില കാര്യങ്ങൾ മാറ്റാനുള്ളതാണ്, അല്ലെങ്കിൽ ചില നമ്മൾ പോകേണ്ട വഴികൾ ഉപദേശമാണ്, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല വേറൊന്നുമല്ലല്ലോ ദൈവം ഇപ്പം കല്യാണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ വീട് ഇന്നടത്ത് വാങ്ങണം, ഇതൊക്കെ നാട്ടിലുള്ള കാര്യങ്ങളാണ്. ഇന്ന ജോലിക്ക് ജോയിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ ദൈവത്തോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇതാണ് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മളങ്ങ് തീരുമാനിച്ച് നമ്മൾ പോയിട്ട് അവസാനം അത് ഒരു കട്ട പുകയിലേക്ക് പോയി ചാടുന്ന ഒരവസ്ഥ. അത് ദൈവം പറഞ്ഞാണോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. ഇതിനുള്ള ചില ഡയറക്ഷൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു കാര്യത്തിലും ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിനകത്തൊരു ഷോർട്ട് കട്ടില്ല, ഒരു ഷോർട്ട് കട്ടും ഇല്ല. ദൈവം ആരോടാണ് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളോടാണ് സംസാരിക്കുന്നത്. എല്ലാവരോടും ദൈവം സംസാരിക്കും, മനസ്സാക്ഷിയിലൊക്കെ ചില കാര്യങ്ങൾ തോന്നിപ്പിക്കുമായിരിക്കാം. എന്നാൽ സ്പെസിഫിക്കായിട്ട് ദൈവം സംസാരിക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളോടാണ്. എങ്ങനെയാണ് പൊതുവേ ദൈവം സംസാരിക്കുന്നത്? ദൈവം പ്രാർത്ഥനയിൽ കൂടി സംസാരിക്കും. ദൈവം നമുക്ക് ഉത്തരം തരും. അതെങ്ങനെയാണ്? നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ കൺവിക്റ്റ് ചെയ്യും. നമ്മുടെ മനസ്സിൽ ആത്മാവിൽ വന്നിട്ട് നമ്മുടെ മനസ്സിൽ കൂടി നമ്മൾക്കത് ഉറപ്പായിട്ട് കൺവിക്റ്റ് ചെയ്യും. ഒന്ന്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടി നമുക്ക് ഉറപ്പ് തരും. ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അത് തരും. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതനുസരിച്ച് പോസിറ്റീവായിട്ട് ഒരുക്കി തരും. ഈ സാഹചര്യങ്ങൾ കൂടിയൊക്കെയാണ് വരുന്ന നാലാമത് പറയുന്ന മനസ്സിലാകുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സീനിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ കൂടെയോ അപ്പോസ്തലന്മാരിൽ കൂടെയോ നിങ്ങളുടെ സീനിയർ ഫ്രണ്ട്സിൽ കൂടെയോ ഫെലോഷിപ്പിലുള്ളവരിൽ കൂടിയൊക്കെ സംസാരിക്കും. ഇങ്ങനെയൊക്കെ 4-5 വിധത്തിലാണ് ദൈവം കാര്യങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്. എന്നാൽ നമ്മൾ ചില ആളുകൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് പിശാച് ഹൃദയത്തിൽ പറഞ്ഞ് പിശാചാണോ ദൈവമാണോ പറഞ്ഞതെന്നുള്ളത്. ഇങ്ങനെ 2 രീതിയിലുള്ള ദൈവം പറയുന്നത് ചിലപ്പോൾ ശബ്ദമൊന്നും കേൾക്കത്തില്ല, ദർശനങ്ങൾ കൂടി സംസാരിക്കും, സ്വപ്നങ്ങൾ കൂടി സംസാരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നതിൽ കൂടി സംസാരിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നത്, അതുപോലെ ദൈവവചനത്തിൽ കൂടി, നമ്മുടെ സാഹചര്യങ്ങളിൽ കൂടി, നമ്മുടെ ഫ്രണ്ട്സിൽ കൂടി, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സിൽ കൂടി, ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. 7 വിധങ്ങളാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന ലൈഫ് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ പലപ്പോഴും കഴിഞ്ഞ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥന റെഗുലർ ആയിരിക്കണം, പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഏത് രീതിയിലായിരിക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥനയിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാവിന് കെട്ടുവന്നോലിരിക്കാൻ സ്തുതിക്കാൻ പറഞ്ഞു, ആരാധിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവവചനം കുറച്ച് നേരം ധ്യാനിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടങ്സിൽ നിങ്ങളുടെ അന്യഭാഷയിൽ ദൈവത്തെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴേ ഏതെങ്കിലുമൊക്കെ മിക്സർ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ നാവിൻ്റെ കെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. മിഡ് നൈറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 4 യാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്.
ചോസൺ വണ്ണ് 3 തൊട്ട് 5 വരെയുള്ള സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ചോസൺ വണ്ണാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാർത്ഥിക്കുമ്പോഴേ ഒരു ഏഞ്ചലിക് മാനിഫെസ്റ്റേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ മാറുകയാണ് പ്രാർത്ഥിക്കുമ്പോഴേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കൊണ്ടൊരു കാര്യം സാധിപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഹലോ, ദൈവത്തെ കൊണ്ടൊരു കാര്യം സാധിപ്പിച്ചെടുക്കല. കർത്താവ് എനിക്കത് വേണം, ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ച ദൈവമാണോ വലുത്, നിങ്ങളാണോ വലുത്? ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ദൂതന്മാർ ആക്ടിവേറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളൊക്കെ അറിയുന്ന ദൈവം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ സ്പിരിറ്റിലിട്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇടാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടത്തില്ല. ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതിനാണ് വിഷൻ വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വിഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നുണ്ടോ? സങ്കീർത്തനം 91 ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് മോസ്റ്റ് ഹൈ, അബൈഡ് ഇൻ ദ ഷാഡോ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. അതിന് അത്യുന്നതന്റെ മറവിൽ വസിക്കുക, അബൈഡ് ഇൻ ദ ഷാഡോ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. അങ്ങനെയുള്ളവർക്ക് മാനിഫെസ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, സജീവ സാന്നിധ്യം, ആക്റ്റീവ് പ്രസൻസ്, അവിടെ ഒരു ഹാബിച്വൽ പ്രെയർ ലൈഫ് വരും. അവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അവിടെ നിങ്ങൾക്ക് കേൾക്കാം, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാം. സോ ആദ്യം നമ്മുടെ പ്രെയർ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രെയർ ലൈഫ് വീക്കാണ്, തോന്നുമ്പം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ കേൾക്കുന്നത് ദൈവത്തിൽ നിന്നല്ലായിരിക്കും എന്ന് ഓർക്കുക. രണ്ടാമത്, ഹിയറിംഗ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുന്നു. പരിശുദ്ധാത്മാവിൽ കേൾക്കുന്നു പറയുമ്പോൾ ആബ്സിസ്റ്റൻസ് ഫ്രം സിൻ ഓഫ് ദ ഫ്ലഷ്, ജഡത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കുക. ചിലപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ജഡത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ ആത്മാവിനതറിയാം. ചില കാര്യങ്ങൾ നിങ്ങൾ ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുമ്പം തന്നെ അറിയാം, നിങ്ങളുടെ ആത്മാവിൽ അറിയാതെ തെറ്റാണെന്ന്. നിങ്ങളുടെ യുവർ പേഴ്സണൽ വർക്ക്, നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. എന്നാൽ ചില ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശരീരമായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും നിങ്ങളിത് ചെയ്യരുത്. എന്നാൽ നിങ്ങളത് വീണ്ടും കേൾക്കാതെ നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷന് നിങ്ങൾ അനുസരിക്കാതിരിക്കുകയാണ്. അനുസരിക്കാതിരിക്കുമ്പോഴെന്ത് ചെയ്യും? അവിടെ നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാതെ വരും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ അത് ക്ലിയർ ആകാതിരിക്കും, അല്ലേ? കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഒബേ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ ഒബേ ചെയ്യുന്ന സമയത്ത്, പരിശുദ്ധാത്മാവ് പറയുന്ന കേൾക്കുന്ന സമയത്ത്, ഒബീഡിയൻസ് വരുന്ന സമയത്ത് ആ വോയിസ് നല്ല രീതിയിൽ കേൾക്കാനായിട്ട് തുടങ്ങും. ഹലോ, ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ആദ്യം നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു മീഗറായിട്ടുള്ള ഒരു തോന്നൽ മാത്രമായിരിക്കും. അത് നിങ്ങളുടെ മനസാക്ഷിയിൽ ചെറിയ തോതിൽ കേൾക്കുന്നുള്ളൂ. എന്നാൽ അത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് അനുസരിക്കുമ്പോൾ ആ വോയിസ് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ തുടങ്ങും. അങ്ങനെ ക്ലിയറായി വരും. അതുകൊണ്ടാണ് ജഡത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും സമർപ്പിക്കരുതെന്ന് പറയും. ആദ്യം ഞാൻ പ്രെയർ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് ഒക്കെ പിശാചിന് കൊടുക്കുന്ന കാര്യം പറയും. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയാം. മൂന്നാമത്, ദ വോയിസ് ഓഫ് ഗോഡ് സംടൈംസ് ഹിയർ ഇൻ ദ ഹെഡ്. ഈ തലയിലായിരിക്കും ചിലപ്പം നിങ്ങൾ കേൾക്കുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഹെഡ് ഈസ് നെവർ ദ ട്രസ്റ്റ് വർത്തി പ്ലാറ്റ്ഫോം ടു ഹിയർ ഗോഡ്. ദൈവത്തെ കേൾക്കാനായിട്ടുള്ള ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല തല. കാരണം തലയിൽ ധാരാളം വോയിസുകൾ വരും. നിങ്ങളുടെ ദേഹി തലയിൽ സംസാരിക്കും, നിങ്ങളുടെ ഹൃദയം തലയിൽ സംസാരിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ തലയിൽ സംസാരിക്കും, നിങ്ങളുടെ പ്രതീക്ഷകൾ തലയിൽ സംസാരിക്കും. യുവർ ഫിയേഴ്സ്, യുവർ ലസ്റ്റ്, എവറിത്തിങ്, എവറി വോയിസ്
തലയിൽ സംസാരിക്കും. സാത്താന് ചിലപ്പോൾ തലയിൽ സംസാരിക്കും. ഡീമൺസ് ചിലപ്പോൾ തലയിൽ സംസാരിക്കും. ഏഞ്ചൽസ് ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ സംസാരിക്കും. അതിന് ഈ ഹെഡ് എന്ന് പറയുന്ന, തലയെന്ന് പറയുന്ന ദ റെലം ഓഫ് ഓൾ വോയിസസ്. അതിൽ ഹെഡ് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. മെനി ബിസിനസ് കം ഇൻ യുവർ ഹെഡ് ടു ട്രേഡ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്ന വിശ്വാസത്തിൻ്റെ തീരുമാനങ്ങൾ പോലും നമ്മൾ തലയിലെടുക്കരുതെന്ന്. നമ്മൾ തലയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പല വിശ്വാസവും നിർജീവമായി പോവും. ആ വിശ്വാസത്തിനൊരു മീനിങ്ങും കാണത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങൾ ഒരുപാട് പഠിച്ചവരല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഇങ്ങനെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ദൈവമുള്ളൂ, വേറെ എത്ര ദൈവങ്ങൾ ഈ ലോകത്തിൽ കിടക്കുന്നു, നിങ്ങൾ യേശുവിനെ മാത്രം വിശ്വസിക്കുന്നത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതെല്ലാം തന്നെ തലയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസം തലയിലല്ല വരണ്ടേ, ഹൃദയത്തിലാണ് വരണ്ടേ. തലയെ കേൾക്കുമായിരിക്കും, കേട്ട് ചെവി കൂടെ കേട്ട് കണ്ണിൽ കൂടെ ഒക്കെ വരുമായിരിക്കാം, എന്നാൽ ഹൃദയത്തിലാണ് വിശ്വാസം വരണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് പലരും ഡിബേറ്റ് ചെയ്ത് കർത്താവിനെ കാണാതെ വിട്ടിട്ട് പോകുന്നു. അതുകൊണ്ട് ഈ വരുന്ന ഈ സൗണ്ടുകളൊക്കെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. ആത്മാവിൻ്റെ ഡിസേൺമെൻറ്റ് കൊണ്ട് തലയിൽ വരുന്ന എല്ലാ സൗണ്ടുകളും നമ്മൾ വിവേചിക്കുകയും അത് വേണ്ടാത്തത് ഇഗ്നോർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവം സംസാരിക്കുന്നത് ഹൃദയത്തോടാണ്. 90% ദൈവം ഹൃദയത്തിലോടാണ് സംസാരിക്കുന്നത്. തലയിൽ വരുന്ന സൗണ്ടിനെ ഹൃദയത്തിൽ വരുന്ന സൗണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം. തലയിൽ വരുന്ന സൗണ്ടിനെ നമ്മൾ ഡിസേൺ ചെയ്ത് ഉള്ള കഴിവ് നമുക്കുണ്ടാവണം. നമ്മൾ അറിയാതെ പിശാചിൻ്റെ ശബ്ദം കേട്ട് തീരുമാനമെടുത്താൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ റെസ്റ്റ്ലെസ്സാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ തീരുമാനമെടുത്തു കഴിയുമ്പോൾ അറിയാതെ പിശാചിൻ്റെ ശബ്ദം കേട്ട് തീരുമാനമെടുത്താൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആവും. ആ തീരുമാനം ക്യാൻസൽ ചെയ്യുന്നത് വരെ നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും. എന്നാൽ അത് ഓവർ റൂൾ ചെയ്ത് പോവുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ അവൻ്റെ പർപ്പസിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ, പറയുന്നവർക്ക് വീണ്ടും ശ്രദ്ധിക്കണേ, തലയിൽ കിട്ടിയ കാര്യം നമ്മളത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമാണത് ചെയ്യാൻ, അതുകൊണ്ട് നമ്മളത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ റെസ്റ്റ്ലെസ് ആവും. ആത്മാവിൽ റെസ്റ്റ്ലെസ് ആയാലും ആ തീരുമാനം ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ നോക്കാതെ വീണ്ടും ആ തീരുമാനം ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ആളും അവൻ്റെ പർപ്പസിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ട്രാൻസിലേക്ക് പോയി ഏഞ്ചൽ വന്ന് നിങ്ങളോട് സംസാരിക്കും. ചില സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരും എന്ന് പറഞ്ഞ് നിങ്ങൾ പോകും, എന്നാൽ ഒരു അറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും അത് ശരിയല്ലെന്ന്. പ്രാർത്ഥനയ്ക്ക് ശേഷം അത് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അത് ദൈവം തന്നതാണ് എന്ന് വിശ്വസിച്ച് സ്വീകരിക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മനസ്സിലങ്ങ് വിശ്വസിച്ച് തീരുമാനിച്ചങ്ങ് പോവുക. ചിലപ്പോൾ അതിനകത്ത് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ പോലും ദൈവം അത് നേരെയാക്കി തരും. കാരണം നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഉത്തരം കിട്ടുമ്പോഴേ ആ അറിവ് നമ്മുടെ ഹൃദയത്തിലാണ് കിട്ടേണ്ടത്. എന്നാൽ അത് മനസ്സ് പറയും ചിലപ്പോൾ അത് ശരിയല്ല. കാരണം മനസ്സ് രൂപാന്തരപ്പെടുന്നില്ല. ഹൃദയത്തിൽ നിങ്ങൾക്ക് ദൈവം തന്ന തീരുമാനം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇത് പറയുന്നത് ഹൃദയത്തിലെ ദൈവം തന്ന തീരുമാനം മനസ്സ് നിങ്ങളോട് പറയുന്നത് ശരിയല്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയത്തിലാണ് കിട്ടിയെങ്കിൽ 90% ദൈവത്തിൽ നിന്നാണ്. അത് പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അത് ദൈവം തന്നെയാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിലെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോവുക. ദൈവം അത് മെറ്റീരിയലൈസ് ചെയ്യും. സപ്പോസ് അത് ദൈവത്തിൻ്റെ ഹിതമല്ലെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ വാട്ട് എവർ കംസ്, എന്ത് വന്നാലും ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അപ്പോൾ തന്നെ പ്രൊസീഡ് ചെയ്യേണ്ടി വരും.
പെട്ടെന്ന് ചെയ്യുന്നതാണെങ്കിൽ ഉടനെ ചെയ്യണം. ദൈവം ആലോചന തരും. ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി തരും. ഒരു വാക്യം ഞാൻ ഇതുമായിട്ട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. ആമോസ് 3:7. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അതിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. ഒരു മനസ്സിലാക്കണം, ദൈവത്തോട് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ നിങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് തന്നെ പ്രൊഫസി പറയാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പ്രൊഫസിയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാം, 5 ടൈപ്സ് ഓഫ് പ്രൊഫസി ഉണ്ട്. അതിലൊരു പ്രൊഫസിയാണ് ഇത്. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പ്രൊഫസി ചെയ്യുന്നത്. യഹോവയായ കർത്താവ് നിങ്ങളെയും പ്രവാചകന്മാരായിട്ട് എടുത്തിരിക്കുകയാണ്. യുവർ സെർവൻസ് ദ പ്രൊഫറ്റ്സ്. അവർ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ, നിന്റെ ദാസനാണെങ്കിൽ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി തരും. എല്ലാ കാര്യങ്ങളും മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. ഡ്യൂട്രോണമി 29:29 ഇതേ വാക്യമുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കാം. ദൈവം വെളിപ്പെടുത്താൻ തരാതെ ഇരിക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം നമ്മുടെ ഹൃദയത്തോട് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ശബ്ദമാണോ എന്ന് കേൾക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിൽ കേൾക്കുന്നതായിരിക്കും. തലയിൽ കേൾക്കുന്നത് മിക്കവാറും പല മാർക്കറ്റാണ് തല. ആ റലത്തിനകത്ത് പലരും ശബ്ദം ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഇൻ്റലിജൻസിൽ വരുന്ന ശബ്ദം പഴുവതും പിശാചിൻ്റെതായിരിക്കും. ദൈവം തരുന്ന ശബ്ദം ഹൃദയത്തിൽ കൂടിയാണ് തരുന്നത്. ഇനി അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ റിയലൈസേഷൻ നമുക്ക് വരണമെങ്കിൽ, എന്ന് വെച്ചാൽ അതിൻ്റെ കൺഫർമേഷൻ വരണമെങ്കിൽ, അത് നമ്മളെ കൺഫേം ചെയ്യുന്ന വിധങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവോട് കൺഫേം ചെയ്യും. രണ്ടാമത് ദൈവവചനത്തിൽ കൂടി കൺഫേം ചെയ്യും. മൂന്നാമത് കാര്യങ്ങളെ നല്ലതാക്കി തരും. നാലാമത് പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സീനിയർ ഫ്രണ്ട്സിൽ കൂടി അത് കൺഫേം ചെയ്യും. ഇങ്ങനെ വിവിധ തലങ്ങളിൽ അത് നിങ്ങളെ കൺഫേം ചെയ്ത് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം സംസാരിക്കുന്നതിനെക്കുറിച്ച് പോലും ആൾ ചിന്തിക്കാത്തൊരു സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് ചോദിച്ചതിൽ ഞാൻ നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ, ദൈവം പറയുന്നത് കേൾക്കാൻ അവൻ്റെ ആക്റ്റീവ് പ്രസൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണം. സജീവ സാന്നിധ്യം അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോഴേ അന്യഭാഷയിൽ സംസാരിക്കും. ദൈവം ദൂതന്മാരെ ഇറക്കി നമുക്ക് ആലോചന തരും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ, നിൻ്റെ കർത്താവെ ആ നല്ല സൗണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. കർത്താവെ, ഞങ്ങൾ നിൻ്റെ മറവിടത്തിലിരിക്കുന്നവരായി നിൻ്റെ ആ സജീവ സാന്നിധ്യം മനസ്സിലാക്കി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമായനാൽ നിൻ്റെ സൗണ്ട് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഏതെങ്കിലും രീതിയിൽ നിൻ്റെ ശബ്ദത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയെങ്കിൽ നീ ഞങ്ങളുടെ ആത്മാവിന് റെസ്റ്റ് തരാത്ത ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ സന്നിധിയിലെ ക്ലീൻ ആൻഡ് ട്രാൻസ്പെറൻ്റായി, നിൻ്റെ സന്നിധിയിലെ വക്രബുദ്ധിയോടുകൂടിയല്ല, നിൻ്റെ സന്നിധിയിലെ ദൈവത്തിൻ്റെ സർവ്വസാന്നിധ്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലെ ഇന്നസെൻ്റ് നിഷ്കളങ്കരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദൈവം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. നിൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ലാന്ന് നിൻ്റെ വചനത്തിലുള്ള ഓർത്ത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ വെളിപ്പാടുകൾ അവർക്ക് കൊടുക്കണം, പ്രവാചക ശുശ്രൂഷകൾ കൊടുക്കണം, അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് വാച്ച് ചെയ്യണം. തുടർമാനമായി ഫസ്റ്റ് സൺഡേ മീറ്റിംഗ് ഈ പറഞ്ഞ പോലെ അടുത്ത സൺഡേയിലാണ്. നിങ്ങൾ താല്പര്യമുള്ളവരുടെ നമ്പർ തന്നാൽ നിങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിനകത്ത് കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അയച്ചു തരിക. നിങ്ങൾക്കിത് പ്രയോജനമായി തീർന്നുവെന്ന് വിചാരിക്കുന്നു. തുടർമാനമായി യേശു ക്രിസ്തുവിലെ നമ്മളെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ജീവിതങ്ങളെ ബിൽഡ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ഇനി ഉണ്ടാകുന്ന മുമ്പോട്ട്. നിങ്ങളത് തുടർമാനമായി കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.